വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ നാട് ഭരിക്കുന്ന കാലം നമ്മുടെ നാട്ടിലും പള്ളിക്കൂടങ്ങളും ആശുപത്രിയും ഒക്കെ വന്നു തുടങ്ങി. ആ കാലത്ത് നമ്മുടെ തറവാട്ടിൽ ഒരു ബാല്യക്കാരി സ്ത്രീ ഉണ്ടായിരുന്നു. അവൾക്കൊരു മകനും. കുങ്കി എന്നായിരുന്നു അവളുടെ പേര്. കാണാൻ അതീവ സുന്ദരി. തറവാട്ടിലെ തമ്പുരാക്കന്മാരിൽ ആരോ ആണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് നാട്ടിലൊരു സംസാരം നേരത്തേ ഉണ്ടായിരുന്നു. അവളാണെങ്കിലോ നന്നായി വസ്ത്രം ധരിക്കാനും പഠിക്കാനും ഇഷ്ടമുള്ളൊരു കുട്ടി. തറവാട്ടിൽ ഒരു കൊച്ചു തമ്പുരാനും ഉണ്ടായിരുന്നു. ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായി. ഇത് കുടുംബക്കാർക്ക് ആർക്കും തന്നെ ഇഷ്ടമായിരുന്നില്ല, പ്രത്യേകിച്ച് അച്ഛൻ തിരുമേനിക്ക്. ഇരുവരും ഒന്നിച്ച് പഠിക്കാൻ പോകുന്ന വിവരം അച്ഛൻ തിരുമേനിയുടെ കാതിലെത്തി. തിരുമേനിക്ക് ദേഷ്യം കലശലായി. ഒരു ദിവസം കൊച്ചു തമ്പുരാൻ അമ്മാത്ത് പോയ തക്കം നോക്കി അച്ഛൻ തിരുമേനി കുങ്കിയെ വിളിപ്പിച്ചു. പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടിയാണല്ലോ, പഠിക്കാനുള്ള പണവും സാഹചര്യങ്ങളും തയ്യാറാക്കി നൽകാം എന്ന് പറഞ്ഞാണ് തമ്പുരാൻ കുട്ടിയെ വിളിപ്പിച്ചത്. പിന്നീട് ആരും കുങ്കിയെ കണ്ടിട്ടില്ല. അരയ്ക്കകത്തിട്ട് തന്നെ കുങ്കിയെ കൊന്നു കുഴിച്ചു മൂടി എന്നും കഥ. ഏതായാലും അവിടെ മുതൽ തറവാടിന്റെ നാശം ആരംഭിച്ചു. തറവാട്ടിലെ കുട്ടികളെയെല്ലാം എഴുത്തിനിരുത്തും മുമ്പേ ദുർമരണപ്പെട്ടു തുടങ്ങി. കുടുംബക്കാരെല്ലാം ചേർന്ന് പ്രശ്നം ഒപ്പിച്ചു. പ്രശ്നത്തിനെന്താ തെളിഞ്ഞതെന്നോ? കുങ്കിയുടെ ഗതി കിട്ടാത്ത ആത്മാവ്. പിന്നെ മന്ത്രവാദികളും ആചാര്യന്മാരും എല്ലാം ചേർന്ന് അവളെ കാവിലെ ചിലമ്പിൽ തളച്ചു. പൂച്ച എന്തോ തട്ടിയിട്ടു, നോക്കിയിട്ട് വരാം. രാമ 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 രാമ. നിന്നെ പഠിക്കാൻ നോം സഹായിക്കാം. പക്ഷെ ഒരു വ്യവസ്ഥ, ലോകോത്തര നിലവാരമുള്ള, പഠിച്ചാൽ അനായാസം തൊഴിൽ ലഭിക്കുന്ന, ഉയർന്ന വരുമാനം കണ്ടെത്താൻ കഴിയുന്ന, വിദ്യാർത്ഥികളുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിയുന്ന ഒരു സ്ഥാപനം എന്നീ തൃശൂർ ദേശത്ത് സ്ഥാപിതമാകുന്നോ അന്ന് നീ സ്വതന്ത്രയാകൂ. അന്നേ നീ സ്വതന്ത്രയാകൂ. അതുവരെ ഇവിടുത്തെ കാവിൽ നീ കുടിയിരിക്കണം.